എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ സീരീസിലെ 5ാമത്തെ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ചതുരാകൃതിയിലുള്ളൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബോട്ടിൽ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് താഴെ വീണത് പൊട്ടിപ്പോയി. എന്നാലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചു. ഒരു ബോട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ ബോട്ടിലിൻ്റെ ബേസിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ തെർമോക്കോൾ പൊടിച്ചതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഉണങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് മുട്ടിയിരുന്നു. ചെറിയൊരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം കട്ടിംഗ് ബ്ലേഡ് വെച്ച് സൈഡെല്ലാം കുറേശ്ശായിട്ട് എടുത്താൽ കളയാം. അങ്ങനെ ഏകദേശം ഷേപ്പാക്കി ഇടുകയാണ്. ഇനി സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. ഈ ചുവന്ന ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു കോണാകൃതി ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് ഇതിന് മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. കറുത്ത ചാർട്ട് പേപ്പറിൽ നിന്നും പഞ്ച് മെഷീൻ ഉപയോഗിച്ചിട്ട് 2 കുഞ്ഞു വൃത്തങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഇതാണ് കണ്ണായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയൊരു പേപ്പർ പീസ് വെച്ച് കോണുണ്ടാക്കി മൂക്കിന്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ വീതി കുറഞ്ഞ സാറ്റൻ റിബൺ എടുത്തിട്ട് ഷാൾ പോലെയും സെറ്റ് ചെയ്തെടുക്കുന്നു. പേപ്പർ ചെറുതായിട്ട് ചുരുട്ടി കൈ പോലെ ആക്കിയിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ മൂക്കിന് ഒരു ബ്രൗണിഷ് യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ബട്ടൺ പോലെ കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്നോമാൻ ഓക്കെ ആയിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡിൽ ചെറിയൊരു വീട് പോലെ വരച്ചെടുക്കുകയാണ്. കൂടുതൽ ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കിത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനായിട്ട് മാത്രമാണ്. ഇത് ഞാൻ ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പേപ്പറിൽ ചെറിയൊരു കോൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചെടുക്കുന്നു. ഇതിലേക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഡാർക്ക് ഗ്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ പോലെ വെക്കുന്നതിനാണേ. ഇതിലവിടെ ഇവിടെയായിട്ട് പല കളറുകളൊക്കെ കൊടുത്ത് അലങ്കരിക്കാം. മുകളിൽ ചെറിയൊരു സ്റ്റാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോട്ടിലിനുള്ളിൽ വെക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം ഈ സ്നോമാനെ വെച്ച് കൊടുക്കണം. ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസിനോട് ചേർത്ത് വീടുകൾ വെച്ച് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ക്രിസ്മസ് ട്രീയും വെച്ച് കൊടുക്കാം. ബോട്ടിലിനകത്ത് ചെറിയൊരു സ്റ്റാറും വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ബോട്ടിലിലെ 2 പീസുകളും ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇത് ഫ്ലസ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ടങ്ങ് ഇരുന്നോളൂ.
ഈ ബോട്ടിലിന് മുകളിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് ഇതങ്ങ് അടച്ചിരിക്കുകയാണ്. ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഈ താഴെ നിന്ന് മുകളിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ഈ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വൈറ്റ് കളറും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് മഞ്ഞ് ഒലിച്ചിറങ്ങി കണക്കുള്ളൊരു ലുക്ക് കിട്ടും. ഇനി താഴ്ഭാഗത്തുകൂടി വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ കട്ട് ചെയ്തതിന് ജസ്റ്റ് മുകളിൽ വരെ കളർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ടിങ്ങിൻ്റെ പാടറിയാതിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് അതിലെ ആൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഈ വീഡിയോയിലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സീരീസ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഞാൻ ഇതുവരെ 5 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.